NDA പ്രതി എന്തുകൊണ്ട് മാറാത്തതും മാറും എന്ന ഒരു ടാഗ് ലൈനോടുകൂടിയാണ് BJP ഈ പ്രചരണ പ്രവർത്തന രംഗത്തൊക്കെ ഉള്ളത്. സി നാരായണൻ മുതിർന്ന BJPയുടെ മുതിർന്ന നേതാവാണ്, സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സി നാരായണൻ. NDAയുടെ വാദങ്ങൾ അവതരിപ്പിക്കുന്നു. മാറാത്തത് ഇനി മാറും, അത് മാറണം. അതാണ് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും കണ്ണൂരും ആവശ്യപ്പെടുന്നത്. ഇവരെ രണ്ട് സുഹൃത്തുക്കൾ ആശയപരമായിട്ട് കോൺഗ്രസും CPM ആണെന്ന് പറയുമെങ്കിലും കേരളം വിട്ടാൽ ഒരു മുന്നണിയുടെ സംവിധാനമാണ്, ഒരേ മുന്നണിയാണ്. നമ്മളെന്തിന് ഈ 10 വർഷം ചർച്ച ചെയ്യപ്പെടണം? കേരളം ഭരിച്ചത് പിണറായി വിജയൻ മാത്രമല്ലല്ലോ, ഈ 10 വർഷത്തെ കാര്യം മാത്രമല്ലോ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇപ്പോഴും നമ്മൾ ചെറിയ റോഡുകളെ പറ്റിയിട്ടും ചെറിയ പാലങ്ങളെ പറ്റിയിട്ടും ഡ്രൈനേജിനെ പറ്റിയിട്ടും മാലിന്യ സംസ്കാരണവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ അപഹാസ്യരാവുന്നത്. ഇതൊരു വലിയൊരു തമാശയല്ലേ? വികസനത്തിനൊരു കാഴ്ചപ്പാടുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് വേണ്ടത് തൽക്കാലമുണ്ടായൊരു റോഡ്, തൽക്കാലമുണ്ടായൊരു പാലം, തൽക്കാലമുണ്ടായൊരു കെട്ടിടം. അതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും കണ്ണൂരിൻ്റെയും പൊതുവികസനത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായിട്ടുള്ളതും ഹ്രസ്വകാലമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. അവിടെയാണ് ചോദ്യം. ഇപ്പോൾ നമുക്കറിയാം, ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും വികസിതപരമായിട്ടുള്ള വികസിത രാജ്യമായിട്ട് മാറാനുള്ള വലിയൊരു കുതിപ്പിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്ന രാജ്യം. ആ രാജ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സംസ്ഥാനം. ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് നമുക്ക് വികസനത്തിൻ്റെ വലിയൊരു കുതിപ്പിലേക്ക് മാറാൻ സാധിക്കില്ല. രാജ്യത്തോടൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. കണ്ണൂർ സഞ്ചരിക്കേണ്ടത് കേരളത്തോടൊപ്പവും കേരളം രാജ്യത്തോടൊപ്പവുമാണ് സഞ്ചരിക്കേണ്ടത്. ഉണ്ടോ കേരളത്തിൻ്റെ വികസനം? 2014 ശേഷം പ്രിയപ്പെട്ട നരേന്ദ്രമോദി വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പൊതുവികസനം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. സാമൂഹ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, സൈനിക രംഗത്ത്, കരുത്തിന്റെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും ലോകത്തിൽ സൂപ്പർ പവറാവാനുള്ള, ലോകശക്തിയാവാനുള്ള വലിയൊരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വേണം കേരളത്തിന്റെ പൊതുവികസനത്തെ നമുക്ക് നോക്കിക്കാണാൻ. നമ്മളൊക്കെ പുറത്ത് സ്റ്റേറ്റിൽ യാത്ര ചെയ്യുന്നവരല്ലേ? പുറത്ത് പോകുന്നില്ലേ? എന്താ വികസനം? ഹൈവേകളുടെ വികസനം, വിമാനത്താവളത്തിന്റെ വികസനം, അതേപോലെയുള്ള പൊതുരംഗത്തെ തീവണ്ടിയുടെ, ട്രെയിനിന്റെ, അതേപോലെ റെയിൽവേയുടെ പൊതുവികസനം, വിമാനത്താവളങ്ങളുടെ വികസനം, ഹൈവേകളിലെ പോലും വിമാനങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഒരു രാജ്യം. അങ്ങനെ സമസ്ത മേഖലയിലും നമ്മൾ കാണാത്ത രീതിയിലുള്ള, കേരളം കാണാത്ത രീതിയിലുള്ള, എല്ലാ രാഷ്ട്രീയ തിമിരം ബാധിച്ച കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണാത്ത രീതിയിലുള്ള പൊതുവികസനം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ആ മാറ്റത്തോടൊപ്പം കേരളവും മാറണം. അതാണ് മാറാത്തതിന് മാറും എന്ന് ഞങ്ങൾ പറയുന്ന മുദ്രാവാക്യം. മാറാത്തത് കേരളവും മാറണം എന്നുള്ളതാണ്. ഭാരതത്തോടൊപ്പം കേരളം, അതിനാണ് വികസന സങ്കല്പം വേണ്ടത്. ഞങ്ങൾക്കൊരു വികസന സങ്കല്പമുണ്ട്. അത് സ്വാതന്ത്ര്യത്തിന് 100-ാം വർഷം വരുന്ന സമയത്തുള്ള സങ്കല്പമാണ്, 2047. ആ സങ്കല്പം പൂർത്തീകരിക്കണമെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞ് കേരളവും മാറണം. അടിസ്ഥാന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, തൊഴിൽ രംഗത്ത്, വ്യാവസായിക രംഗത്ത്, ടൂറിസം രംഗത്ത്, എല്ലാ രംഗത്തും സമഗ്രമായിട്ടുള്ളൊരു മാറ്റം. അല്ലെങ്കിൽ ഒരു കൊച്ചു റോഡിൻ്റെ കാര്യം, ഒരു കൊച്ചു ആശുപത്രിൻ്റെ കാര്യം, പുടാതിയിലൂടെ ചെറിയ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കാര്യം, അവിടെയല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. രാജ്യത്തോടൊപ്പം മുന്നോട്ട് പോവാൻ കേരളത്തിൽ എന്ത് വേണം, കണ്ണൂരിൽ എന്ത് വേണം, അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട. അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം, അടിസ്ഥാനപരമായ പ്രശ്നം, ആ പ്രശ്നത്തെ ചർച്ച ചെയ്ത് വിട്ടുകൊണ്ട് വേണം കണ്ണൂരിലെ പൊതുവികസനവും ചർച്ച ചെയ്യാൻ. ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഞാനതിൽ സംബന്ധിച്ചോളം സംസാരിക്കാം. ഞാൻ പറഞ്ഞു, ദീർഘമായിട്ടുള്ളൊരു വീക്ഷണം കേരള സംസ്ഥാനത്തിന് വേണം. കേരളം ഉണ്ടായതിനു ശേഷം ഭരിച്ചത് ഞങ്ങളല്ല. ഞങ്ങൾക്ക് MLA മാറില്ല, ഞങ്ങൾക്ക് മന്ത്രിമാരില്ല. 10-30 പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമാണ് ഞങ്ങൾക്കുള്ളത്.
എന്തിന് 10 വർഷം ചർച്ച ചെയ്യപ്പെടണം? കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷമുള്ള പൊതുവികസനത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യപ്പെടണം. ആ ചർച്ച ചെയ്താൽ മാത്രമേ ഉത്തരവാദികളാര് കോൺഗ്രസ് CPM രണ്ടുപേരും സമാധാനം പറയണം. ആ സമാധാനം പറഞ്ഞുകൊണ്ട് മാത്രമേ കേരള ജനതയുമായിട്ട് നമുക്ക് സംവദിക്കാൻ പറ്റൂ. അവർക്കൊരാഗ്രഹവും സ്വപ്നവും സാക്ഷാത്കരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും കേരള ജനതയുടെയും അതോടൊപ്പം ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ചോദിക്കാനുള്ളത്.